റളിയല്ലാഹ് മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു സാഹിദ് അല്ലാഹു അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു സാഹിദ് അല്ലാഹു. ഏത് ദീൻ അതെന്ത് എന്ത് ശൂന്യവൻ എടാ സുഹരി എന്തോ എന്നെയും കൂടെ നിങ്ങളുടെ സുന്നി ചേർക്കുക. ഭയങ്കര ആഗ്രഹം. ഇപ്പം നിലവിലുള്ള സുന്നി പട്ടമൊന്നും പോരാ, നിങ്ങളുടെ സുന്നി പട്ടം കിട്ടാൻ. ഇത്രയൊന്നും തുള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എൻ്റെ കാല് ഭയങ്കര പ്രശ്നമുള്ളതാണ്, കാലിച്ച് പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഇത്രയും തുള്ളാൻ പറ്റില്ല. നന്നായിട്ട് തുള്ളിക്കണം കേട്ടാ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി നല്ല ഉറഞ്ഞു തുള്ളണം. കാരണം അറിയോ, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന് കഴിച്ച 10-40 കിലോ പോത്തിറച്ചെല്ലാം കൂടെ ഒന്നിച്ച് തിന്നിട്ടില്ലേ, അതെല്ലാം കൂടെ ദഹിക്കണം. നമുക്ക് ഇത്രയും തുള്ളനെ പോലെ നല്ല കാലേ കുത്തി കറങ്ങണം, ഒറ്റക്കാലേ കുത്തി ഇങ്ങനെ കറങ്ങണം, എന്നാലേ ദഹിച്ച് കിട്ടുള്ളൂ. ഞങ്ങളുമൊക്കെ ഷാദിൽ റത്തീബ് കണ്ടിട്ടുള്ളവർ ഇത് എന്തുകൊണ്ട് ഈ കാണിക്കുന്നത് അറിയാൻ വയ്യ. കുരുവട്ടൂർ വലിയുള്ളയ ആരാണത് അറിയാൻ വയ്യത്തോണ്ട് ആരാ ഈ കുരുവട്ടൂർ വലിയുള്ള? എന്നോട് മേൽഘടകത്തിലെ പലരും വിളിച്ചിട്ട് പറഞ്ഞേ, പ്രധാനപ്പെട്ട ഉസ്താമാർ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്നും പറയരുത്, അവർക്കെതിരൊന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാഹചര്യങ്ങളാണ്. നിങ്ങൾ എന്നെ ഇനി വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു കാലത്ത് ഉൾക്കൊള്ളാനെ കൊണ്ട് വഴിയില്ല. നിങ്ങൾ കൊന്നാലും ശരി, ഈ ഒരു ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സുന്നി പട്ടം നമുക്കാർക്കും വേണം. നമ്മൾ സുന്നി മരണം വരെ സമസ്തയുടെ ഉലമാക്കളുടെ പിന്നിൽ അടി ഉറച്ച് ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഇതൊന്നും കാട്ടിക്കൂട്ടിയതുകൊണ്ട് ഷാദുൽ ഖാത്തിബിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത്. നിൻ്റെയൊക്കെ ഈ കാട്ടിക്കൂട്ടൽ എന്താണിത്? ഇത് കാണുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ മനുഷ്യരിതൊക്കെ കാണുമ്പോഴേ അവർ അന്തം വിട്ടു പോവാണ്. മുസ്ലിമീങ്ങൾ തന്നെ അന്തം വിടുകയാണ്. പിന്നെ ബാക്കിയുള്ള അവസ്ഥ എന്ന് അറിയിച്ചു നോക്കി. എന്തോ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഷെയ്ഖിൻ്റെ അവസ്ഥയാണിത്. അയാൾക്കെന്താ വല്ല പ്രശ്നമുണ്ടോ? വല്ല ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ? ഗ്യാസ് മുഴുവൻ പോയി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതൊക്കെ വലിയ മഹത്വക്കൂടെ വഴിയാണെന്ന് പറയുക, രാവും പകലും വെല്ലുവിളിക്കുക. നിങ്ങളെ കബറടക്കും, നിങ്ങളെ കുഴിച്ചു മൂടും, നിങ്ങൾ അങ്ങോട്ടാക്കി കളയും. വേറെത്തുണ്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞായ്മത്. അതിനെന്താ ഇപ്പം സുഹരി എടാ സുഹരി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പം ആ ഒരു ഊക്കൊന്നും കാണുന്നില്ലല്ലോ. ഇനിയും വിളിക്കാൻ പറ. ബാക്കി 2 മീനും കൂടെ പൊരിക്കാണ്ട് എനിക്ക്. ഞാൻ 2 ഫ്രിഡ്ജ് മാറ്റി വെച്ചിരിക്കുക. അവൻ്റെയൊക്കെ ഒന്ന് പറയാൻ പറ, ബാക്കി ഞാൻ പറയാം. 4 ഭാഗത്തും നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് ഈ ആലിമീങ്ങളെ മുഴുവൻ തേജോധം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കി കളയും, ഇങ്ങനെ ആക്കി കളയും. പേഴ്സണൽ ഫേക്ക് സ്ത്രീകൾ അക്കൗണ്ട് ഉണ്ടാക്കി ഒന്ന് ചാറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും പെണ്ണിൻ്റെ സ്വരം എന്തെങ്കിലും കൊണ്ട് ഇട്ടിട്ട് അതിൽ നമ്മളെന്തെങ്കിലും കയറി പിടിക്കുകയാണെങ്കിൽ ഇതൊക്കെ അള്ളാൻ്റെ ദീനിന് വേണ്ടിയാണ്. എന്ത് ക്ലാപ്പാടാണ് ഇതൊക്കെ അള്ളാൻ്റെ ദീനിന് വേണ്ടി. ഇതൊക്കെ തൊരീക്കത്തല്ല നിൻ്റെയൊക്കെ. എൻ്റെ ബാക്കിനെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നൊക്കെ തൊരീക്കത്താന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ട്. ഇസ്ലാം സുന്നത്തേമായത്തിന് പണ്ഡിതന്മാരെ വിമർശിച്ച പല തൊരീക്കത്തോടുണ്ട്. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ പോലും ഈ വിമർശനങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ അവരവരുടെ പാട്ട് നോക്കിപ്പോണ്. നിങ്ങളെന്ത് തൊരീക്കത്താണിത്? പച്ച തെറി പറയുക അവനെ കുഞ്ഞമ്മനെ കൊണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? തേജോധം ചെയ്താലും തെറി പറഞ്ഞാലും ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ഉലമാക്കൾ ഉണ്ടാതിരിക്കും. നീയൊക്കെ പറഞ്ഞു നോക്ക്, നീയൊക്കെ നമ്മളെന്ന് പറഞ്ഞു നോക്ക്. ചീരമുളക് അറിയാം, ചീരമുളക് അതിൻ്റെ അതേ റിയാക്ഷൻ ആയിരിക്കും. നീ പറ, ആ കുഞ്ഞമ്മനെ കൊണ്ട് പറയുക, ഞാൻ 2 മീൻ കൂടെ ഫ്രിഡ്ജ് വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടി. തുള്ളിക്കും ചാടി തുള്ളിക്കും.